ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. പൂർണ്ണഫലം ലഭിക്കുവാൻ വേണ്ടി ശിവരാത്രി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത്, ഏത് ദിവസമാണ് ഉറക്കം ഒഴിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. മഹാശിവരാത്രി അടുത്തു വരുന്ന ഈ വേളയിൽ ലോകമെങ്ങുമുള്ള ഹൈന്ദവ വിശ്വാസികൾ വളരെ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ശിവരാത്രി. ശിവരാത്രിയിലെ ശിവരാത്രി വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്വപൂർണവും പുണ്യകരവുമായ ഒന്നായിട്ടാണ് കരുതപ്പെടുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളെയും ഇല്ലാതാക്കാനും വെല്ലുവിളികളെ തരണം ചെയ്യുവാനും ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാകാനും ഒക്കെയാണ് ശിവരാത്രി വ്രതം നമ്മൾ നോൽക്കുന്നത്. അതുപോലെ ഫലവത്തായിട്ടുള്ള മറ്റൊരു കാര്യവുമില്ല. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാവിധ തെറ്റുകൾക്കും ചോദിച്ചും അല്ലെങ്കിൽ ക്ഷമ തേടാനും ആരോഗ്യം നന്നായിരിക്കുവാനും ആയുസ് വർദ്ധിക്കുവാനും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുവാനും സമ്പത്ത് വർദ്ധിക്കുവാനും ദാമ്പത്യവും കുടുംബജീവിതവും സമാധാനപരമാകുവാനും മരണഭയമില്ലാതാക്കാനും മോക്ഷം നേടാനും അടക്കം സന്താനലബ്ധിക്കും സന്താന സൗഖ്യത്തിനും സകല ഐശ്വര്യദായകവുമാണ് ശിവരാത്രി വ്രതം. ശിവരാത്രി വ്രതം എല്ലാവർക്കും എടുക്കാൻ സാധിക്കില്ലെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പലരും ശിവരാത്രി വ്രതം എടുക്കണമെന്ന് ആഗ്രഹിച്ചാലും ആ സമയത്തിന് അതിന് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ഈ പലതരത്തിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ ചിലർക്ക് അനുഭവപ്പെടും. പരമശിവനിൽ കറകളഞ്ഞ ഭക്തിയുള്ള ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്കേ ശിവരാത്രി വ്രതം എടുക്കുവാൻ കഴിയുള്ളൂ എന്ന് കരുതി എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകില്ല എന്നും കരുതി എടുക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഭഗവാന്റെ അനുഗ്രഹം ഒപ്പമുണ്ടോ എന്ന് ശിവരാത്രി വ്രതം പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാം. ശിവരാത്രികൾ 4 തരത്തിലുണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. മാസശിവരാത്രി, പക്ഷശിവരാത്രി, യോഗശിവരാത്രി, മഹാശിവരാത്രി എന്നിങ്ങനെയാണ് ഈ 4 തരത്തിലുള്ള ശിവരാത്രികൾ. ഇതിൽ കുംഭമാസത്തിലെ ശിവരാത്രിയാണ് മഹാശിവരാത്രിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഈ ദിവസമാണ് ശിവരാത്രി വ്രതം എടുക്കുന്നത്. ഈ വർഷം ഫെബ്രുവരി, അതായത് 2026 ഫെബ്രുവരി 15 മഹാശിവരാത്രി വരുന്നത്. ചതുർദശി നാളിലാണ് ശിവരാത്രി. ഫെബ്രുവരി 15 രാവിലെ മുതൽ പിറ്റേ ദിവസം വ്യാഴാഴ്ച 8 മണി വരെ ചതുർദശിയാണ്. ഓരോ ദേശത്തിനനുസരിച്ച് ശിവരാത്രി വ്രതം എടുക്കുന്ന രീതിയിലും ചിട്ടയിലുമൊക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ട്. എങ്കിലും ശിവരാത്രിക്ക് തുടർച്ചയായും ചെയ്യേണ്ട കാര്യങ്ങളും പൊതുവായി വ്രതം എടുക്കേണ്ട രീതികളും എങ്ങനെയാണെന്ന് നോക്കാം. ശിവരാത്രി വ്രതം ഫെബ്രുവരി 15 എടുക്കേണ്ടത്. പക്ഷേ തലേനാൾ തൊട്ട് അതിനുള്ള ഒരുക്കങ്ങൾ ആവശ്യമാണ്. തലേ ദിവസമായ ഫെബ്രുവരി 14 മത്സ്യ മാംസാദികൾ കഴിക്കരുത്. വൈകുന്നേരം കുളിച്ച് ശുദ്ധിയായിട്ട് വിളക്ക് തെളിയിച്ച് മഹാദേവനെ മനസ്സിൽ ധ്യാനിക്കണം. പിറ്റേ ദിവസം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ശിവഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുക. ഓം നമശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രവും ശിവസ്തുതികളും ചൊല്ലണം. രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ വ്രതം എടുക്കുന്നവർ തീർത്ഥം സേവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശിവരാത്രി ദിവസം പൂർണ്ണമായും ഉപവസിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവർ ഉണ്ട്. അതല്ലാതെ ഒരിക്കൽ ഊണെടുത്ത് വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. പഴങ്ങളോ കരിക്കോ മാത്രം കഴിച്ച് വ്രതം എടുക്കുന്നവരുമുണ്ട്. അവരവരുടെ ശരീരക്ഷമതയും ആരോഗ്യവും അനുസരിച്ച് അത് തിരഞ്ഞെടുക്കുക. തിരുവാതിരയ്ക്കും ശിവരാത്രിക്കുമാണ് വ്രതം എടുക്കുന്നവർ ഉറക്കമൊഴിക്കുന്നത്. ശിവരാത്രി നാളിലാണ് ഉറക്കം ഒഴിക്കേണ്ടത്, തലേ ദിവസമല്ല. ഫെബ്രുവരി 15 ഇത് വരുന്നത്. ഉറക്കം ഒഴിക്കുമ്പോൾ ആ സമയത്ത് ശിവനാമജപം നടത്തുകയോ ക്ഷേത്രത്തിലെ യാമപൂജകളിൽ ചടങ്ങുകളിൽ പങ്കെടുക്കുകയോ ചെയ്യാം. അതല്ലാതെ സമയം പോകാൻ മറ്റ് വിനോദ പരിപാടികൾ ഏർപ്പെടുന്നത് ഉറക്കൊഴിക്കലിനൊരു ഫലം നൽകുകയില്ല. ക്ഷേത്രത്തിൽ പോയി ഉറക്കൊഴിക്കാത്തവർ വീട്ടിൽ പരമശിവന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് നിലവിളക്ക് തെളിയിച്ച ശേഷം ശിവസ്തുതികളോ ശിവ അഷ്ടോത്തര ശതനാമാവലിയോ സഹസ്രനാമമോ അല്ലെങ്കിൽ ഓം നമശിവായ മന്ത്രമോ ഒക്കെ നമുക്ക് ജപിക്കാം. ശിവരാത്രി ദിവസം ഭസ്മം തൊടുന്നതിന് പ്രത്യേകമായ ഒരു പ്രാധാന്യമുണ്ട്. രാവിലെ കുളിച്ച് ശുദ്ധിയായി വ്രതം എടുക്കുമ്പോൾ അല്ലെങ്കിൽ വ്രതം തുടങ്ങുമ്പോൾ ഭസ്മം നനച്ച് തൊടുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഭസ്മം നനച്ചാണ് രാവിലെ തൊടേണ്ടത്. വൈകുന്നേരം നനക്കാതെയും തൊടണം. ഇത് പ്രത്യേകം നമ്മൾ ശിവരാത്രി ദിവസം ഭസ്മം ധരിക്കുമ്പോൾ
ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാവിലെ നനച്ച ഭസ്മം തൊട്ട് വൈകിട്ട് നനയ്ക്കാതെ ഭസ്മം തൊടുക. രാവിലെ 8:53 വരെ ചതുർദശിയാണ്. ആ സമയം വരെ ശിവരാത്രി വ്രതം നീളും. അതിനുശേഷം ക്ഷേത്രത്തിലെത്തി തീർത്ഥം സേവിച്ചോ വീട്ടിൽ പുണ്യാഹമുണ്ടാക്കി സേവിച്ച വ്രതം നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ആർക്കെല്ലാമാണ് വ്രതം എടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ആർക്കെല്ലാം എടുക്കാം അല്ലെങ്കിൽ എടുക്കത്തില്ല എന്നൊക്കെ നമുക്ക് നോക്കാം. പൊതുവെ പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാർക്ക് ശിവരാത്രി വ്രതം എടുക്കാം. സ്ത്രീകൾക്ക് ആർത്തവ ശേഷം 7 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ശിവരാത്രി വ്രതം എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പുല, വാലായ്മ എന്നിവയുള്ളവർ വ്രതം എടുക്കരുതെന്നാണ് പൊതുവേ പറയുന്നത്. ആരോഗ്യസ്ഥിതി മോശമായവരും വ്രതം എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അവർക്ക് നാമജപം ഏറ്റവും ഉത്തമമാണ്. ശിവരാത്രി ദിനത്തിലെ, അതായത് കോടി പുണ്യം തരുന്ന ഒരു വ്രതമാണ് ഈ ശിവരാത്രി വ്രതം എന്ന് പറയുന്നത്. എല്ലാവിധ അനുഗ്രഹം നമുക്ക് ഭഗവാന്റെ പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുവാനായിട്ട് എങ്ങനെയാണ് നമുക്ക് ശിവരാത്രി വ്രതം എടുക്കേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഏവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു. ഓം നമഃ ശിവായ.